ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ ഓൺ വോയിസ് ലോങ് വീഡിയോ ആണ്. സോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ കുറേ ആയിട്ട് എൻ്റെ ഡി എമ്മിലും അതുപോലെ കമൻസിലൊക്കെ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഉസ്ബെക്കിസ്ഥാൻ MBBSനെ കുറിച്ചിട്ട്. സോ ഞാൻ വിചാരിച്ച് ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന്. അപ്പം ഇതിൽ ഞാൻ ഉസ്ബെക്കിസ്ഥാൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും എല്ലാ കാര്യങ്ങളും എല്ലാം എന്ന് വെച്ചാൽ A to Z കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. സോ ആരും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് എന്തുകൊണ്ടാണ് മിക്ക ഇന്ത്യൻ സ്റ്റുഡൻസും ഉസ്ബെക്കിസ്ഥാൻ ചൂസ് ചെയ്യുന്നതെന്ന് പറയാം. അതായത് ഇപ്പോൾ ഞാനടക്കമുള്ള ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും ഇപ്പോൾ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലുള്ള മിക്ക കുട്ടികളും ചൂസ് ചെയ്യുന്ന ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാൻ ആയിരിക്കും. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അഫോർഡബിലിറ്റി ആണ്. ഇപ്പോൾ ബാക്കിയുള്ള കൺട്രീസിനെല്ലാം വെച്ച് നോക്കുമ്പോൾ ഉസ്ബെക്കിസ്ഥാൻ ഭയങ്കര അഫോർഡബിൾ ആണ്. അതായത് ഇപ്പം ഇന്ത്യയിലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിൻ്റെ ഫീസിൽ നമുക്ക് ഉസ്ബെക്കിസ്ഥാനിൽ MBBS പഠിച്ച അവിടുത്തെ ലിവിങ് എക്സ്പെൻസ് കാര്യങ്ങളും എല്ലാം കഴിച്ചിറങ്ങാൻ പറ്റും. അപ്പം മിക്ക കുട്ടികളും ഇപ്പം എന്നെ പോലെയുള്ള മിക്ക കുട്ടികളും റിപ്പീറ്റും റിപ്പീറ്റൊക്കെ കഴിഞ്ഞ് നീറ്റെല്ലാം കിട്ടാണ്ടിരിക്കുമ്പോൾ നമുക്ക് പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നാട്ടിലെ പ്രൈവറ്റ് കോളേജുകളിൽ കയറാന്നുള്ളതാണ്. അതിപ്പോൾ മെറിറ്റ് ബേസ്ഡ് ആയിട്ട് കിട്ടുന്നതാണെങ്കിൽ നമുക്കൊരു 45 lakhs വരും ഫീസ്. അപ്പോൾ ആ ഒരു ഫീസിൽ, അതായത് ഒരു 40 lakhs നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, നമ്മുടെ എല്ലാ എക്സ്പെൻസും കവർ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ മെയിൻ തിങ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ അവിടുത്തെ ലിവിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ്. ഇപ്പം ഇന്ത്യയിൽ നമുക്കൊരു മാസം എത്ര ചിലവ് വരും, ആ ഒരു ചിലവ് തന്നെ നമുക്ക് ഉസ്ബെക്കിസ്ഥാനിൽ വരുന്നുള്ളൂ. ഒരു 10,000 രൂപയിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മന്ത് ലാവിഷായിട്ട് എല്ലാ ദിവസവും നല്ല ഫുഡെല്ലാം വാങ്ങിച്ച് ജീവിക്കാൻ പറ്റും. അപ്പോൾ അത്രയ്ക്ക് അഫോർഡബിൾ ആണ്. പിന്നെ ഒരു 40 lakhs ഉണ്ടെങ്കിൽ നമ്മുടെ ട്യൂഷൻ ഫീസ്, ലിവിങ് എക്സ്പെൻസ്, ഹോസ്റ്റല്, രജിസ്ട്രേഷൻ, ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം കവർ ചെയ്ത് പോകാൻ പറ്റും. സോ ഇതാണ് മെയിൻ തിങ്. പിന്നെ എന്താ വെച്ചാൽ അവിടുത്തെ മിക്ക കോളേജസും ഇംഗ്ലീഷ് മീഡിയം എഡ്യൂക്കേഷനാണ് ഓഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ അവിടെ പഠിക്കുന്നത് അവിടുത്തെ ഗവൺമെൻറ് ഓർ പബ്ലിക് യൂണിവേഴ്സിറ്റീസിലാണ്. അപ്പം ഇതുകൊണ്ടെല്ലാമാണ് മെയിനായിട്ട് ഇന്ത്യൻ സ്റ്റുഡൻസ് ഉസ്ബെക്കിസ്ഥാൻ ചൂസ് ചെയ്യുന്നത്. ദ മോസ്റ്റ് തിങ് ഈസ് അഫോർഡബിലിറ്റി, പിന്നെ ലിവിങ് എക്സ്പെൻസ്, പിന്നെ അഡ്മിഷൻ ആൻഡ് വിസ പ്രൊസീജിയർ കുറച്ചും കൂടി ഈസിയാണ്. നമുക്ക് ഇപ്പം ജോർജിയ അല്ലെങ്കിൽ ബാക്കിയുള്ള കൺട്രീസ് എല്ലാം വെച്ച് നോക്കുമ്പോൾ ഉസ്ബെക്കിസ്ഥാൻ്റെ വിസ പ്രൊസീജിയറും അതുപോലെ അഡ്മിഷൻ പ്രൊസീജിയറും ഭയങ്കര എളുപ്പമാണ്. കാരണം നമുക്ക് വലിയൊരു ബുദ്ധിമുട്ട് അവിടെ വരുന്നില്ല. ഇപ്പോൾ അഡ്മിഷൻ്റെ ആണെങ്കിലും വിസേൻ്റെ കാര്യമാണെങ്കിലും. സോ ഇതുകൊണ്ടെല്ലാമാണ് ഇന്ത്യൻ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ഉസ്ബെക്കിസ്ഥാൻ ചൂസ് ചെയ്യുന്നത്. കുറേ കുട്ടികളുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ വെറുതെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ അബ്രോഡ് പോകണോ എന്നുള്ളൊരു ഇതിൻ്റെ പുറത്ത് എന്ത് ചെയ്യും, ഉസ്ബെക്കിസ്ഥാൻ പോലത്തെ കൺട്രീസ് ചൂസ് ചെയ്യുന്ന കുറേ കുട്ടികളുണ്ട്. അപ്പം ഇതിൽ ആരെല്ലാം ഉസ്ബെക്കിസ്ഥാൻ ചൂസ് ചെയ്യണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആർക്കും വേണമെങ്കിലും ചൂസ് ചെയ്യാം, വേറെ കാര്യം. എന്നാൽ പോലും നിങ്ങൾക്കിപ്പോൾ നാട്ടിൽ നീറ്റ് എക്സാമെല്ലാം എഴുതി റിപ്പീറ്റ് എല്ലാം കഴിഞ്ഞ് അതായത് നാട്ടിൽ ഗവൺമെൻറ് സീറ്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ പ്രൈവറ്റ് MBBS, അതായത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിൽ പഠിക്കാനുള്ള മാർക്കും ഇല്ല. ഓക്കെ മാർക്കുണ്ട്, എന്നാൽ പോലും ആ ഒരു ബഡ്ജറ്റ്, അതായത് അത്രയും ലാക്സ് കൊടുത്ത് പഠിക്കാൻ കഴിയില്ല. അങ്ങനത്തെ കുട്ടികൾ ഓക്കെ ഉസ്ബെക്കിസ്ഥാൻ ചൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. കുറേ കുട്ടികളുണ്ട് നീറ്റ് പോലും ഏതാണ്ട് വരുന്നത്. അപ്പം നിങ്ങൾ അങ്ങനെ വരാണ്ടിരിക്കുക. കാരണം നിങ്ങൾക്ക് 6 വർഷം ഉസ്ബെക്കിസ്ഥാനിൽ MBBS പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, FMG പറഞ്ഞിട്ടുള്ള ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യണം നാട്ടിൽ വന്നിട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നീറ്റ് എക്സാം ക്ലിയർ ചെയ്തിരിക്കണം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ നീറ്റ് എക്സാമിൽ ക്വാളിഫൈ എങ്കിലും ആയിരിക്കണം. അപ്പം മാക്സിമം ക്വാളിഫൈ ആയിട്ടുള്ള കുട്ടികൾ വരാൻ ശ്രമിക്കുക. പിന്നെ അവിടുത്തെ കൾച്ചറും അതുപോലെ ക്ലൈമറ്റും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് ഉസ്ബെക്കിസ്ഥാനിൽ വരാം. പിന്നെ അതുപോലെ നമുക്കൊരു സ്പൂൺ ഫീഡിങ് സിസ്റ്റം ഉണ്ടാവില്ല അവിടെ, നമ്മൾ തന്നെ വേണം പഠിക്കാൻ. ടീച്ചേഴ്സ് അവിടെ ക്ലാസ് എടുത്തരും കാര്യങ്ങളൊക്കെ ചെയ്തു തരും, പക്ഷെ നമ്മൾ റിസ്ക് എടുത്തിട്ട് വേണം പഠിക്കാൻ. അപ്പം അതിനും പറ്റുന്നൊരു കുട്ടിയാണെങ്കിൽ ഓക്കെ വരാം. പക്ഷേ ദയവ് ചെയ്തിട്ട് ഒരു ഇന്ത്യൻ ടൈപ്പ് ഓഫ് ടീച്ചിങ് വേണം, ടീച്ചേഴ്സ് നല്ല വൃത്തിക്ക് ഇരുന്ന് സ്പൂൺ ഫീഡ് ചെയ്ത് തരണം, അങ്ങനെയൊക്കെ കുറേ മൈൻഡ് സെറ്റ്. പിന്നെ കൾച്ചർ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഫുഡ് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ക്ലൈമറ്റ് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ പറയുന്ന കുട്ടികളാണെങ്കിൽ മാക്സിമം ഉസ്ബെക്കിസ്ഥാൻ ചൂസ് ചെയ്യാണ്ടിരിക്കാം. കാരണം പിന്നെ നിങ്ങൾ അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് റിഗ്രറ്റ് അടിക്കും. പിന്നെ 6 വർഷവും നമ്മുടെ ക്യാഷും എല്ലാം പോവാണ്. സോ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഉസ്ബെക്കിസ്ഥാൻ ചൂസ് ചെയ്യാം. സോ ഇനി പറയാൻ പോകുന്നത് ഉസ്ബെക്കിസ്ഥാനിൽ വരാൻ പ്ലാനുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പം
നിങ്ങൾക്ക് നാട്ടിൽ അതായത് റിപ്പീറ്റും റീ റിപ്പീറ്റ്സ് എല്ലാം കഴിഞ്ഞിട്ട് വിചാരിച്ച സ്കോർ കിട്ടിയില്ല, അല്ലെങ്കിൽ ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടില്ല, അല്ലെങ്കിൽ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കാനുള്ള അത്രയും ബഡ്ജറ്റ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് അബ്രോഡ് കൺട്രീസ്, അത് ഉസ്ബെക്കിസ്ഥാൻ എന്നല്ല ഏത് കൺട്രി വേണമെങ്കിലും ചൂസ് ചെയ്യാം. പക്ഷേ കുറച്ചും കൂടിയും അഫോർഡബിൾ ആയിട്ടുള്ള കൺട്രി ഉസ്ബെക്കിസ്ഥാനാണ്. അപ്പം നിങ്ങൾക്ക് ആ കൺട്രി ചൂസ് ചെയ്യാം. അല്ലാണ്ട് നിങ്ങൾ വെറുതെ ലൈക്ക് ഓക്കെ എനിക്ക് അബ്രോഡ് പോകണം എന്നുള്ള ഒരു ആഗ്രഹത്തിന് പുറത്ത് ഒരിക്കലും ഉസ്ബെക്കിസ്ഥാനിൽ നല്ല ഒരു കൺട്രീസിലും ഒരു സ്റ്റഡീസിനും പോവാണ്ടിരിക്കുക. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ പൈസയും നിങ്ങളുടെ ടൈമുമാണ് ഇവിടെ കളയാൻ വേസ്റ്റ് ആയി പോകുന്നത്. സോ നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം വരാൻ. പിന്നെ ഉസ്ബെക്കിസ്ഥാനിൽ വരുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഫസ്റ്റ് തിങ് ഇസ് ക്ലൈമറ്റ്. ലൈക്ക് അവിടെ പീക്ക് തണുപ്പുണ്ടായിരിക്കും, പീക്ക് ചൂടും ഉണ്ടായിരിക്കും. അപ്പം ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയണം. അടുത്തത് ലാംഗ്വേജ്. അവിടെ ഉസ്ബെക്കോ റഷ്യനിലായിരിക്കും അവിടെ ആളുകൾ സംസാരിക്കുക. അപ്പം നിങ്ങൾ ഇതുമായിട്ട് അഡ്ജസ്റ്റ് ആവാൻ കഴിയുമെന്ന് തോന്നണം. പിന്നെ കൾച്ചർ വൈസ് നോക്കുന്നതാണെങ്കിൽ ഇന്ത്യൻ കൾച്ചറും ഉസ്ബെക്ക് കൾച്ചറും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സോ അത് കോപ്പ് ചെയ്യാനും പറ്റണം നിങ്ങൾക്ക്. പിന്നെ ദയവേത് നിങ്ങൾ ഒരിക്കലും ലൈക്ക് ടീച്ചേഴ്സ് സ്പൂൺ ഫീഡ് ചെയ്ത് തരും, ഇന്ത്യൻ സ്റ്റൈൽ ഓഫ് ടീച്ചിങ് ആണെന്ന് എക്സ്പെക്ട് ചെയ്ത് വരേ ചെയ്യരുത്. അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ, അതായത് എനിക്കൊരു ഇന്ത്യൻ സ്റ്റൈൽ ഓഫ് ടീച്ചിങ് തന്നെ വേണം, അതുപോലെ ടീച്ചേഴ്സ് എന്നെ സ്പൂൺ ഫീഡ് ചെയ്യണം, അവർ ഇരുത്തി പഠിപ്പിച്ച് തരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഉസ്ബെക്കിസ്ഥാനിൽ വരരുത്. നിങ്ങൾക്ക് ഒരിക്കലും അത് അവിടുന്ന് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ പോലത്തെ കൺട്രീസിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ മെയിൻലി നമ്മുടെ സെൽഫ് സ്റ്റഡിയിങ് ആണ്. നമ്മളെങ്ങനെ ഇരുന്ന് പഠിക്കുന്നു അതനുസരിച്ചിരിക്കും കാര്യങ്ങൾ. ഒരിക്കലും ടീച്ചേഴ്സ് വന്നിട്ട് മോളെ നീ പഠിക്കും, മോനെ നീ പഠിക്കുന്നു ഒരിക്കലും പറയൂല. നമ്മൾ വേണം പഠിക്കാൻ. പക്ഷേ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും, വൈവ ഉണ്ടാവും, കുറേ കാര്യങ്ങളുണ്ടാവും, ലൈക്ക് എക്സാംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും നാട്ടിൽ അത്ര ഒരു സ്പൂൺ ഫീഡിങ് സിസ്റ്റം ഇവിടെ ഉണ്ടാവില്ല. പിന്നെ ക്ലൈമറ്റ് നല്ല തണുപ്പായിരിക്കും. ഇപ്പം കുറേ കുട്ടികളുണ്ട് ആസ്മ, ന്യൂമോണിയ ഒക്കെ ഉള്ള അങ്ങനത്തെ കുട്ടികളൊക്കെ ഭയങ്കര കെയർഫുൾ ആയിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ. കാരണം നല്ല തണുപ്പായിരിക്കും. അപ്പം നമുക്ക് ബോഡിയിൽ എന്തെങ്കിലും റിയാക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് തണുപ്പ് കാരണം. അപ്പം അതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം വരാൻ. അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ വിചാരിച്ച സീറ്റ് കിട്ടിയാൽ, ഐ മീൻ ഗവൺമെൻറ്റിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഓക്കെ, നിങ്ങൾ ഉസ്ബെക്കിസ്ഥാനിക്ക് വന്നോളൂ. പിന്നെ ഒരു ലിവിങ് എക്സ്പെൻസ് കുറച്ചും കൂടെ കുറഞ്ഞ് നല്ല നിങ്ങൾക്കൊരു ഡോക്ടർ ആവണം, എന്നാൽ അത്ര ഓവർ പൈസ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഉസ്ബെക്കിസ്ഥാൻ വരാം. അല്ലാത്തവർ ദയവേത് ഉസ്ബെക്കിസ്ഥാൻ എന്നല്ല അബ്രോഡ് കൺട്രീസ് മിക്കതും ചൂസ് ചെയ്യാണ്ടിരിക്കുക. ഇവിടെ പ്രശ്നം വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ എത്തിയതിന് ശേഷം 6 വർഷം നിങ്ങൾ ഇവിടുത്തെ കോഴ്സ് കംപ്ലീറ്റ് ആക്കണം. ഇപ്പം NMCൻ്റെ റൂൾ പ്രകാരം 54 മാസം അതുപോലെ 12 മന്തിൻ്റെ ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ആക്കി നിങ്ങൾ പിന്നെ എന്ത് ചെയ്യണം, നാട്ടിൽ പോകണം. നാട്ടിൽ പോയിട്ട് FMG അതായത് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ എഴുതി പിന്നെ ഒരു വർഷം ഇൻറ്റേൺഷിപ്പെല്ലാം ചെയ്യണം. അതായത് ഒരു 7-8 ഇയേഴ്സ് ജേർണിയാണിത്. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ വെറുതെ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്ടിരിക്കുക, നിങ്ങളുടെ ടൈമും അതുപോലെ നിങ്ങളുടെ പൈസയും കാര്യങ്ങളൊന്നും കളയാണ്ടിരിക്കുക. ഓക്കെ, കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു 6 വർഷം അവിടെ പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. നമുക്കൊരു നല്ല ഡോക്ടറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ വന്നിട്ട് ഇവിടുത്തെ ലൈസൻസിങ് എക്സാം ക്ലിയർ ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. സോ നിങ്ങൾ മാക്സിമം ഇപ്പോൾ അബ്രോഡെല്ലാം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും ഡീപ്പായിട്ട് കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഓക്കെ എനിക്ക് ഉസ്ബെക്കിസ്ഥാനിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് അവിടുത്തെ എല്ലാ കാര്യങ്ങളും കോപ്പപ്പ് ചെയ്യാൻ പറ്റും. അവിടുത്തെ ടീച്ചിങ് സ്റ്റൈലും കാര്യങ്ങളാണെങ്കിൽ ഓക്കെ എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഞാൻ എൻ്റെതായ രീതിക്ക് ഞാൻ ഇരുന്ന് പഠിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് വരാൻ ഒരു പ്രശ്നവുമില്ല. അല്ലെങ്കിൽ മാക്സിമം ഒന്ന് ചിന്തിക്കുക. ഓക്കെ, നിങ്ങൾക്ക് അത്രയും ആഗ്രഹമുണ്ട്, അതായത് എനിക്ക് ഡോക്ടർ തന്നെ ആവണം, എനിക്കിത് മാത്രമേ എൻ്റെ മൈൻഡിൽ ഓപ്ഷനുള്ളൂ, പക്ഷേ എനിക്ക് നാട്ടിൽ എനിക്ക് സ്കോറില്ല, എനിക്കിനി വയ്യ റിപ്പീറ്റ് ചെയ്യാൻ, അങ്ങനെയൊക്കെ ആണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ ഓക്കെ, നിങ്ങൾ ഉസ്ബെക്കിസ്ഥാനിൽ വന്ന് പഠിച്ച് നല്ല ഡോക്ടറാണ്, നോ പ്രോബ്ലം. ഇനി ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു ടോപ്പിക്കാണ് 2026. കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ആണെങ്കിൽ യൂട്യൂബിലാണെങ്കിലൊക്കെ എവിടെയും കാണാൻ പറ്റും, നമുക്ക് ഉസ്ബെക്കിസ്ഥാനിലെ മിക്ക യൂണിവേഴ്സിറ്റീസും NMC റെഗുലേഷൻ ഫോളോ ചെയ്യുന്നില്ല, കുറേ യൂണിവേഴ്സിറ്റി ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, കുറേ യൂണിവേഴ്സിറ്റിക്ക് വാർണിംഗ് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരാണ്, നമ്മൾ ഇത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് NMCൻ്റെ റൂൾസ് എന്തെല്ലാം നോക്കാം.
അപ്പോൾ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഉസ്ബെക്കിസ്ഥാൻ എന്നല്ല, നിങ്ങൾ ഏത് കൺട്രി, ഇപ്പോൾ ജോർജിയ ആവട്ടെ, ഈജിപ്ത് ആവട്ടെ, തജിക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, ഏത് കൺട്രി ആവട്ടെ, നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ NMC റെഗുലേഷൻ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ 6 വർഷം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നാട്ടിൽ വന്നിട്ട് വർക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണ്. സോ ഇപ്പോൾ നമുക്ക് നാട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ NMCൻ്റെ റൂള് ഫോളോ ചെയ്യണം. അതായത് NMCക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം പറഞ്ഞുതരാം ഓരോന്നായിട്ട്. ഇപ്പോൾ ഫസ്റ്റ് തിങ്, മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറയുന്നത്. ഇപ്പം മെയിൻ തിങ് എന്താ വെച്ചാൽ 54 മാസം നമ്മൾ, അതായത് ഏത് കൺട്രിയിലാണോ നമ്മൾ പഠിക്കുന്നത്, ഇത് ഉസ്ബെക്കിസ്ഥാൻ എന്നല്ല കേട്ടോ, എല്ലാ കൺട്രീസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് ബാധകമാണ്. സോ 54 മന്ത്സ് നമ്മൾ ആ കൺട്രിയിൽ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. അതുപോലെ 12 മന്ത് കമ്പൽസറി ഇന്റേൺഷിപ്പും ചെയ്യണം. ആ കൺട്രിയിൽ ആ യൂണിവേഴ്സിറ്റിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, 54 മന്ത്സ് പഠിക്കുകയും വേണം, 12 മാസം നമ്മൾ ഇന്റേൺഷിപ്പും ചെയ്യണം. പിന്നെ കോഴ്സ് ഇംഗ്ലീഷിലായിരിക്കണം. അതുപോലെ കുറച്ച് റിക്വയർഡ് ആയിട്ടുള്ള കുറച്ച് സബ്ജക്ട്സ് ഉണ്ട്, മാൻഡറ്ററി സബ്ജക്ട്സ് ഉണ്ട്. ഈ സബ്ജക്ട്സ് എല്ലാം നമ്മൾ ആ യൂണിവേഴ്സിറ്റിയിൽ നമ്മളെ പഠിപ്പിച്ചിരിക്കണം. പിന്നത്തെ മെയിൻ തിങ് എന്താ വെച്ചാൽ നമ്മൾ നാട്ടിൽ വന്നതിന് ശേഷം FMG ഓർ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ നമ്മൾ ക്ലിയർ ചെയ്യണം. അല്ലെങ്കിൽ നെക്സ്റ്റ് ഇപ്പോൾ വന്നിട്ടില്ല, വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് എക്സാം നമ്മൾ ക്ലിയർ ചെയ്യണം. എന്നിട്ട് കമ്പൽസറി ആയിട്ട് പിന്നെ 1 ഇയർ ഇന്റേൺഷിപ്പ് നമ്മൾ നാട്ടിലും ചെയ്യണം. പക്ഷേ ഇപ്പം നാട്ടിലെ FMGസിന് സ്റ്റൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പാസ്സായിട്ടുണ്ട്. സോ നമുക്ക് കണ്ടറിഞ്ഞ് കാണാം. പിന്നെ എന്താ വെച്ചാൽ മെയിൻ തിങ് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഏത് യൂണിവേഴ്സിറ്റി ആണോ അല്ലെങ്കിൽ ഏത് കൺട്രി ആണോ അവിടുത്തെ ലൈസൻസ് നമുക്ക് കിട്ടണം. ലൈസൻസ് രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് കൺട്രിയിലാണോ പഠിക്കുന്നത് ആ കൺട്രീൻ്റെ ഒരു ലൈസൻസിങ് ഉണ്ടാവും. അത് നമുക്ക് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് നാട്ടിൽ വന്നിട്ട് FMG എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എല്ലാ കുട്ടികളും, ഏത് കുട്ടിയാവട്ടെ, ഏത് കൺട്രി പോകുന്നതാവട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി പോകുന്ന കുട്ടികളുടെ അടുത്താണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ പോകുന്ന യൂണിവേഴ്സിറ്റി, ഇപ്പം ഏജൻസിക്കാർ പല രീതിക്ക് നമ്മുടെ അടുത്ത് പലതും പറയും. ചില ഏജൻസിക്കാർ ആ യൂണിവേഴ്സിറ്റി ആയിരിക്കും മെയിനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. അത് കരുതി ഓക്കെ അത് നല്ലതാണെന്ന് കരുതി ഞങ്ങൾ അങ്ങോട്ട് പോവാണ്ടിരിക്കുക. നിങ്ങൾ ആദ്യം ഒരു കൺട്രി ചൂസ് ചെയ്യുന്ന സമയത്ത്, എസ്പെഷ്യലി MBBSൻ്റെ കേസിൽ നിങ്ങൾ ആദ്യം കുറച്ച് കൺട്രീസ് നിങ്ങളുടെ ലിസ്റ്റിൽ വെക്കുക. എന്നിട്ട് അതിലല്ലെങ്കിൽ കുറച്ച് യൂണിവേഴ്സിറ്റീസ് നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. ഇപ്പോൾ വേൾഡ് റാങ്കിങ്ങും നിങ്ങളുടെ കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പം റാങ്കിങ് ഉണ്ടാവും, അക്കാഡമിക്സ് ഉണ്ടാവും, ക്ലിനിക്കൽ എക്സ്പോഷർ ഉണ്ടാവും, റാങ്കിങ് ഉണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും ഉള്ളിൽ. അതുപോലെ FMG പാസ് റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ഇതിൽ കുറച്ച് യൂണിവേഴ്സിറ്റി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് അതിലുള്ള ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഏതാണോ അത് ചൂസ് ചെയ്യുക. പിന്നെ അത് NMC റെഗുലേഷൻ ഫോളോ ചെയ്യുന്നുണ്ടോ, WFME അക്രഡീഷൻ ഉണ്ടോ, WDOMSന് അക്രഡീഷൻ ഉണ്ടോ, WHO വെരിഫൈഡ് ആണോ ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാൻ. വെറുതെ കുറച്ച് പൈസ കുറവാണെന്ന് കരുതി ദയവേത് യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യാണ്ടിരിക്കുക. ഓരോ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ചില കുട്ടികളൊക്കെ അവർക്ക് ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യാൻ പ്ലാൻ ഉണ്ടാവില്ല. ഇപ്പം നീറ്റ് എക്സാം, അതുകൊണ്ട് കുറേ കുട്ടികൾ നീറ്റ് എക്സാം എഴുതാണ്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികളുടെ അടുത്ത് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഉറപ്പായിരിക്കണം നിങ്ങൾ ഒരിക്കലും ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യൂല എന്നുള്ളത്. കാരണം ഇപ്പോൾ നീറ്റ് എക്സാം ഇല്ലാണ്ടല്ലോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും പിന്നെ നിങ്ങളുടെ മൈൻഡിൽ ആ ഒരു ഇന്ത്യ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് വെക്കാൻ പറ്റില്ല. സോ എല്ലാ കുട്ടികളുടെ അടുത്തും പറയാനുള്ളത് എന്താ വെച്ചാൽ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ നീറ്റ് ക്വാളിഫൈ ആയിട്ട് വരാം. അതുപോലെ തന്നെ വെറുതെ അബ്രോഡ് പോകണമെന്ന് മൈൻഡ് സെറ്റിലും വരാണ്ടിരിക്കുക. പിന്നെ NMCൻ്റെ റെഗുലേഷൻ ഫോളോ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ആണോ അതൊന്ന് കൺഫേം ചെയ്യുക. ഇപ്പം ഉസ്ബെക്കിസ്ഥാനിലെല്ലാം ഇപ്പം കുറേ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം കുറേ കുട്ടികൾക്ക് കറക്റ്റ് 1 ഇയർ വിസ കിട്ടാത്തതിൻ്റെ പേരിൽ അങ്ങനെ കുറേ ഇപ്പം NMC ഇവിടെ അടുത്തൊരു നോട്ടീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഞാനതിവിടെ കൊടുക്കാം. അപ്പോൾ ഈ നോട്ടീസ് പ്രകാരം തഷ്കണ്ട്, സമർഖണ്ഡ്, അതുപോലെ ബുഹാര, ഈ യൂണിവേഴ്സിറ്റീസിനെല്ലാം ഇപ്പം NMC ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ട്, അതായത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഇതിന് കുറച്ച് മുമ്പായിട്ട് അത് ഞാൻ ഇവിടെ കൊടുക്കാം.
അതായത് ചിർച്ചിക് ബ്രാഞ്ച് ഓഫ് ടാഷ്കന്റ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ഈ യൂണിവേഴ്സിറ്റിയിൽ ഒരു കാരണവശാലും അഡ്മിഷൻ എടുക്കാൻ പാടില്ല. കാരണം അത് നാഷണൽ മെഡിക്കൽ കൗൺസിൽ ബാൻ ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. കുറേ കുട്ടികൾ, അതായത് ഓഫ് ഷോർ ക്യാമ്പസ് അവിടെ പോയി പഠിച്ചിപ്പെട്ടിട്ടുണ്ട്. കുറേ, അതായത് ഇപ്പം പല രീതിക്കുള്ള, ഓരോ കുട്ടീൻ്റെ അടുത്തും പല രീതിക്കുള്ള ക്യാഷാണ് മേടിക്കുന്നത്. അങ്ങനെ കുറേ കാരണങ്ങൾ കൊണ്ടും കുറേ കുട്ടികൾ നിരന്തരമായിട്ട് കംപ്ലൈൻറ്റ് ചെയ്തതുകൊണ്ടും ആ യൂണിവേഴ്സിറ്റി ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ചിർച്ചിക് ബ്രാഞ്ചിലെല്ലാം പഠിക്കാൻ ഇപ്പം വിചാരിച്ചിരിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക. ആ യൂണിവേഴ്സിറ്റി NMC ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പം ഉസ്ബെക്ക് എന്നല്ല, ഏത് കൺട്രീസും നോക്കുന്ന സമയത്ത്, എസ്പെഷ്യലി ഇപ്പം കിർഗിസ്ഥാൻ ഇങ്ങനത്തെ ഒക്കെ കൺട്രീസ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കുക. കാരണം നമുക്ക് എവിടെ പണി കിട്ടുക നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയും ഏജൻസീസ് ഉണ്ട്. അതേപോലെ കുറേ ഏജൻസിക്കാർ പലതും പറയുന്നുണ്ട്. അതുപോലെ എന്താ പറയുക, കുറേ കുട്ടികൾ ലൈക്ക് ഓക്കെ ഒരു നോക്കുന്നേരം ഇതാണ് ഏറ്റവും ബഡ്ജറ്റ് കുറവുള്ള, അപ്പം ഇതാണ് നല്ലതെന്ന് കരുതിയിട്ട് ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ആ ഒരു കൺട്രിയിൽ ലൈക്ക് 1 ഇയറിന് വിസ തരുന്നുണ്ടോ, പിന്നെ ഹോസ്റ്റലുണ്ടോ, പിന്നെ നാട്ടിലെ ഫുഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് കോപ്പപ്പ് ചെയ്യാൻ പറ്റും. മെയിൻ തിങ് എന്താ വെച്ചാൽ കോഴ്സ് ഇംഗ്ലീഷിലാണോ നോക്കുക. അതുപോലെ തന്നെ അവിടെ ലൈസൻസിങ് പ്രോഗ്രാം, അതായത് അവിടെ 6 വർഷം പഠിച്ചതിന് ശേഷം ലൈസൻസ് കിട്ടുമെന്ന് നോക്കണം. പിന്നെ FMGയുടെ എല്ലാ ഇതും, അതായത് 54 മന്ത്സും 12 മന്ത്സും അവിടെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇന്റേൺഷിപ്പ്, ക്ലിനിക്കൽ എക്സ്പോഷർ, അക്കാഡമിക്സ് ഒക്കെ കറക്റ്റ് ആണോ നോക്കണം. നിങ്ങൾ ഏത് ഏജൻസിക്ക് ക്യാഷ് കൊടുക്കുന്നതിന് മുമ്പും നിങ്ങൾ വെരിഫൈ ചെയ്യുക ആ ക്യാമ്പസിൻ്റെ പേരെന്താന്ന്, അതുപോലെ അതെവിടെയാണ്, സിറ്റിയിലാണോ, ഓഫ് ഷോർ ക്യാമ്പസ് ആണോ, കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ അഫിലിയേഷൻ, അക്കാഡമിക്സ്, ക്ലിനിക്കൽ എക്സ്പോഷർ, അതുപോലെ എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഏജൻറ്റിന് ക്യാഷ് കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ ആ ഒരു ക്യാമ്പസിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും നല്ല വൃത്തിക്ക് നിങ്ങൾ നോക്കണം. ഇപ്പോൾ കുറേ ചില ക്യാമ്പസ്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചിർച്ചിക്ക്, അവിടെയെല്ലാം ക്യാമ്പസ് ഇൻഫ്രാസ്ട്രക്ചർ വളരെ മോശമാണ്. ഇതുകൊണ്ടെല്ലാം ആണ് അതിനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. സോ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഞാൻ എന്തായാലും NMCൻ്റെ ഇത് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. FMGL 2021 പ്രകാരം ലൈക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഇവിടെ കൊടുക്കാം. നിങ്ങളത് നോക്കിയിട്ട് വെരിഫൈ ചെയ്യുക. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി പോകുന്നതാണെങ്കിലും, ഇത് ഉസ്ബെക്ക് ആവട്ടെ, കസാക്ക് ആവട്ടെ, കിർഗ് ആവട്ടെ, ജോർജിയ ആവട്ടെ, ഈജിപ്ത് ആവട്ടെ, ഏത് കൺട്രിയിലാണെങ്കിലും നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ പോവാം. അടുത്ത കാര്യം, ആർക്കെല്ലാം ഉസ്ബെക്കിസ്ഥാനിൽ MBBS പഠിക്കാൻ വരാം, അതായത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. അപ്പം എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറഞ്ഞാൽ നിങ്ങൾ 12th പാസ്സായിരിക്കണം. എസ്പെഷ്യലി ബയോ സയൻസ്, അതായത് PCB, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സ്ട്രീം ആയിരിക്കണം നിങ്ങൾ എടുത്തിരിക്കേണ്ടത്. പിന്നെ ഒരു കുട്ടി ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ, അതായത് നാട്ടിൽ വന്ന് FMGL എഴുതി ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നീറ്റ് ക്വാളിഫൈ ആയിരിക്കണം. ഇപ്പം കറന്റ് 2026 പ്രകാരം നമ്മുടെ ക്വാളിഫയിങ് കട്ട് ഓഫ് വരുന്നത് 177 ആണ്. അപ്പം നിങ്ങൾക്ക് ഈ 177 ഓർ എബവ് മാർക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഈ വർഷം വരുമ്പോൾ. അപ്പോൾ ഒരിക്കലും പാസ്സാവാത്ത, നീറ്റ് ക്വാളിഫൈ ആവാത്ത കുട്ടികൾ വരാണ്ടിരിക്കുക. നിങ്ങൾ ഇനി അത്രയും നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ലൈക്ക് USMLE, പ്ലാബ് പോലത്തെ എക്സാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ UAE എല്ലാം പ്ലാൻ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഓക്കെ 2 വർഷം നിങ്ങൾക്ക് അപ്പം ലൈക്ക് അറിയാലോ എക്സ്പീരിയൻസ് വേണം. ഇപ്പോൾ UAE പോലത്തെ കൺട്രീസിലെല്ലാം വർക്ക് ചെയ്യാൻ. അപ്പം നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്തിട്ട് ആ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ ഉറപ്പ് വരുത്തണം. എന്നാൽ മാത്രം വരിക. കാരണം നമുക്ക് എപ്പോഴെങ്കിലും ഇന്ത്യയിൽ പോയി വർക്ക് ചെയ്യണം എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്നതാണെങ്കിൽ നമ്മൾ പെട്ടുപോകരുത്. ലാസ്റ്റ് നമ്മൾ ഡിഗ്രി ഒന്നും അല്ലാത്ത അവസ്ഥയിലാവും. അതുകൊണ്ട് തന്നെ നീറ്റ് എക്സാം ക്വാളിഫൈ ആയിട്ട് വരിക. പിന്നെ നമുക്കിപ്പോൾ റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്തെല്ലാമെന്ന് വെച്ചാൽ അഡ്മിഷൻ്റെ സമയത്തേലും നമ്മുടെ 12th പാസ്പോർട്ട്, അതുപോലെ ഫോട്ടോ, അതുപോലെ 10th സർട്ടിഫിക്കറ്റ് വേണം തോന്നുന്നുണ്ട്. 10th സർട്ടിഫിക്കറ്റ്, ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പം എസ്പെഷ്യലി നമുക്ക് 12th സർട്ടിഫിക്കറ്റും പാസ്പോർട്ടും ഉണ്ടെങ്കിൽ തന്നെ ഓക്കെയാണ്. അതുപോലെ തന്നെ നീറ്റ് എക്സാമിൻ്റെ ക്വാളിഫിക്കേഷനിലേക്ക് നമ്മുടെ ക്വാളിഫയിങ് അഡ്മിറ്റ് കാർഡിലെ അതും, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഇത്രയാണ് കാര്യമായിട്ട് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 12th നീറ്റും. അതിൽ 12th ഓൾമോസ്റ്റ് എല്ലാവരും പാസ്സായിരിക്കും. പക്ഷെ നീറ്റിൻ്റെ കേസിലാണ് കുറേ കുട്ടികൾ പെടുന്നത്. പക്ഷെ നീറ്റ് ക്വാളിഫൈ ആയിട്ട് തന്നെ വരാൻ ശ്രമിക്കുക. അപ്പോൾ ഈ +1 +2 ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് പറയാനുള്ളത് എന്താ വെച്ചാൽ
ഓക്കെ, നിങ്ങൾക്ക് ഈ 1, 2, 3 വർഷം നീച്ചലും നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്ത് റിപ്പീറ്റ് ഒന്നും ചെയ്തിട്ട് ടൈം കളയാൻ ആഗ്രഹമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ +1 +2 തന്നെ വൃത്തിക്ക് ഇതിന് വേണ്ടിയിട്ട് പഠിക്കാം. അതായത് കോച്ചിങ്ങിന് തന്നെ പോകണമെന്നൊന്നും പറയുന്നില്ല, പക്ഷെ നമ്മുടെ NCERT തന്നെയാണ് നമുക്ക് നീറ്റ് എക്സാമിന് ചോദിക്കുന്നത്. സോ നിങ്ങൾ കിട്ടുന്ന ടൈമിലെല്ലാം ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക വരിക. അതായത് +1 +2 മുതലേ. അപ്പം നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ പോയാലും അത്യാവശ്യം ക്വാളിഫിക്കേഷൻ മാർക്കെങ്കിലും നമുക്ക് കിട്ടും ഈ ഒരു ഇങ്ങനെ വൃത്തിക്ക് പഠിച്ചു പോവുകയാണെങ്കിൽ എങ്ങനെ പോയാലും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ പഠിച്ചിട്ട് +2 കഴിഞ്ഞിട്ട് കയറാൻ ശ്രമിക്കുക. വെറുതെ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹമില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, റിപ്പീറ്റോ എന്താണെന്ന് ചെയ്തിട്ട് നിങ്ങൾ നാട്ടിൽ ഗവൺമെൻറ് സീറ്റ് തന്നെ ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഗവൺമെൻറ് സീറ്റ് കിട്ടട്ടെ. അടുത്തത് കോഴ്സ് ഡ്യൂറേഷനും കരിക്കുലം. അപ്പോൾ കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത് 6 വർഷമാണ്, ഇൻക്ലൂഡിങ് ഇൻറ്റേൺഷിപ്പ്. അത് MBBS പ്രോഗ്രാം ആയിട്ടല്ല ഉണ്ടാവുക, ജനറൽ മെഡിസിൻ പ്രോഗ്രാം, അതായത് GM പ്രോഗ്രാം ആയിട്ടാണ് അവിടെ അറിയപ്പെടുന്നത്. അപ്പം ഇത് 6 വർഷമായിരിക്കും, ഇതിൽ ഇൻറ്റേൺഷിപ്പും ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇനി കരിക്കുലം പറയുന്നതാണെങ്കിൽ ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ പറയുന്നത് TMAൻ്റെ ആണ്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഇയർ ടു സെക്കൻഡ് ഇയറിൽ വരുന്നത് എങ്ങനെയാ വെച്ചാൽ, മെയിനായിട്ട് പഠിക്കുന്നത് നോർമൽ ഹ്യൂമൻ ബോഡീനെ കുറിച്ചിട്ടാണ്. അതായത് അനാട്ടമി, ഹിസ്റ്റോളജി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, അതുപോലെ തന്നെ കുറച്ച് ബേസിക് സബ്ജക്ട്സ് ഉണ്ട്. അതായത് മെഡ്-ബയോ, മെഡ്-കെം, അതുപോലെ ബയോഫിസിക്സ്, പിന്നെ ലാംഗ്വേജസ്. അതായത് ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ ആൻഡ് ഉസ്ബെക്കും റഷ്യനും പഠിക്കാനുണ്ട് ഞങ്ങൾക്ക്, അതുപോലെ ലാറ്റിനും പഠിക്കാനുണ്ട്. അപ്പം ഇത്ര സബ്ജക്ട്സ് ആണ് ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയർ ടു സെക്കൻഡ് ഇയർ വരുന്നത്. പിന്നെ ഹിസ്റ്റോളജി. ഓക്കെ, പിന്നെ സെക്കൻഡ് ഇയർ ടു തേർഡ് ഇയറിൽ വരുന്ന സമയത്ത് പാത്തോളജി, പാത്തോഫിസിയോളജി, മൈക്രോബയോളജി, ഫാർമക്കോളജി, പിന്നെ ഇൻട്രൊഡക്ഷൻ ടു ക്ലിനിക്കൽ മെഡിസിൻ, ആ ഒരു രീതിക്കാണ് വരുന്നത്. പിന്നെ തേർഡ് ഇയർ ടു ഫിഫ്ത്ത് ഇയറിൽ നമുക്ക് ഇന്റേണൽ മെഡിസിൻ, സർജറി, പീഡിയാട്രിക്സ്, അതുപോലെ ഗൈനക്കോളജി, ന്യൂറോളജി, സൈക്കാട്രി, ഇൻഫെക്ഷസ് ഡിസീസ് ആൻഡ് അതർ ക്ലിനിക്കൽ ഡിസിപ്ലിൻസ്, ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇതിൻ്റെത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവിടെ കൊടുക്കുക, നിങ്ങളത് വായിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കരിക്കുലം വരുന്നത്. നമ്മുടെ MBBSൻ്റെ 19 സബ്ജക്ട്സ് നമുക്ക് ഇവിടെയും പഠിക്കാനുണ്ട് ഉസ്ബെക്കിസ്ഥാനിൽ. അപ്പോൾ അത് ആലോചിച്ച് ആരും വേറെ ആവണ്ട, നമ്മളെല്ലാ സബ്ജക്ട്സും നമ്മളിവിടെ പഠിക്കും. എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഇപ്പം എന്താ പറയുക, മെഡ്-ബയോ, മെഡ്-കെം, അതുപോലെ ബയോഫിസിക്സ്, ലാറ്റിന്, അതുപോലെ ലാംഗ്വേജസ് ആയിട്ടുള്ള ഉസ്ബെക്ക്, റഷ്യന്, ഇത്രയും ലാംഗ്വേജസും നമ്മൾ ഇവിടെ എക്സ്ട്രാ ആയിട്ട് പഠിക്കുന്നുണ്ട്. സോ കുറച്ചും കൂടി ബെറ്ററാണ്. ഇനി ഹോസ്റ്റലിനെ കുറിച്ചിട്ടും യൂണിവേഴ്സിറ്റിനെ കുറിച്ച്, അതുപോലെ എക്സാമിനെ കുറിച്ചിട്ടും, ഫീസ്, റിയാലിറ്റി, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ അടുത്ത പാർട്ടിൽ ഇടുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് പാർട്ട് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് താങ്ക് യു.